ഇന്നലെ ചില മാധ്യമങ്ങളിൽ കേരളത്തിലെ ഒരു സർവേ റിപ്പോർട്ട് കണ്ടു. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു പെയ്ഡ് ന്യൂസാണെന്ന്. ഇതുവരെയും ഒരു സർവേക്കാരും പറയാത്ത ഒരു വിജയം ഇന്നലത്തെ സർവേയിൽ പറഞ്ഞിരിക്കുന്നു. BJPക്ക് ഒരു സീറ്റ് കേരളത്തിൽ കിട്ടുമെന്ന്. ഏത് സീറ്റാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരമോ ആറ്റിങ്ങലോ എന്നാണ് പറയുന്നത്. ഉറപ്പില്ല. കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന പേരിലാണ് പുറത്തു വന്ന ഈ വാർത്ത. അതായത് കേരളത്തിലെ 20 സീറ്റിൽ, അതായത് 20 മണ്ഡലങ്ങളിൽ 19 സീറ്റും UDF നേടും. ഒരു സീറ്റിൽ BJP ജയിക്കും. CPMന് ഉണ്ടായിരുന്ന ഏക സീറ്റ്, അതായത് ആലപ്പുഴ, നഷ്ടമാകുമെന്നും ആണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അത് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടിലാണെന്നാണ് മാധ്യമങ്ങൾ ഇന്നലെ നൽകിയ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. BJPക്ക് ഒരു സീറ്റ് കിട്ടുമെന്നതും CPMന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് ഈ ഘട്ടത്തിലെ അത്ഭുത പ്രവചനം. അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നൊന്നും ചോദിക്കരുത്, അതൊന്നും അറിയില്ല. തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. ഒന്ന് തിരുവനന്തപുരവും ഒന്ന് ആറ്റിങ്ങലും. ഈ രണ്ട് മണ്ഡലങ്ങളിലും NDയുടെ, അതായത് BJPയുടെ സ്ഥാനാർത്ഥി 2 മന്ത്രിമാരാണ്. ഒന്ന് രാജീവ് ചന്ദ്രശേഖറും ഒന്ന് V മുരളീധരനും. ഇവർ രണ്ടുപേരുമാണ് മത്സരിക്കുന്നത്. ഇതിൽ ഒരു മണ്ഡലത്തിൽ BJP വിജയം നേടാനുള്ള സാധ്യതയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അത് ഏത് മണ്ഡലമാണെന്ന് പറയുന്നില്ല, അത് പറയാൻ സാധിക്കുന്നുമില്ല. മാത്രമോ, പ്രചാരണത്തിൽ തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനേക്കാൾ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും മികച്ച പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ടെന്നും കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നുണ്ടത്രേ. അതാണ് തിരുവനന്തപുരത്തെക്കുറിച്ചും രാജീവ് ചന്ദ്രശേഖരനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ആറ്റിങ്ങലിൽ V മുരളീധരന് ബഹുദൂരം മുന്നിലാണെന്നും കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് കേൾക്കുമ്പോഴേ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും നട്ടാൽ മുളയ്ക്കാത്ത നുണകളാണെന്ന്. സംഘപരിവാർ, UDF, സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ ഈ വാർത്ത വൈറലാക്കാൻ ഒരുപോലെ കൊട്ടേഷൻ എടുത്ത് പ്രചരിപ്പിക്കുക. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും BJP ചലനമുണ്ടാക്കുന്നു. പത്തനംതിട്ടയിൽ NDA വോട്ട് കൂടും. വടകരയിലും കോഴിക്കോടും BJP വോട്ട് വർദ്ധിക്കും. എന്നിങ്ങനെ കേന്ദ്രഭരണ കക്ഷിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഏജൻസി പെയ്ഡ് വാർത്തയാണിതെന്നറിയാൻ പാഴൂർ പടിക്കലൊന്നും പോകണ്ട. ഇത് പ്രചരിപ്പിക്കുന്നത് മുഴുവൻ BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഗ്രൂപ്പുകളുമാണ്. അവരുടെ ഹാൻഡിലുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം സംസ്ഥാനത്ത് വിവിധ മാധ്യമങ്ങളും ഏജൻസികളും എല്ലാം പുറത്തുവിട്ട സർവേക്ക് വിപരീതമായിരുന്നു അന്നത്തെ ഫലം. അതായത് 2021 ഫലം, പിണറായി സർക്കാരിൻ്റെ 2ാം ഭരണം. ഇപ്പം നമുക്കെല്ലാം അറിയാമല്ലോ. 8 നിലയിൽ പൊട്ടിയ ഈ അനുഭവം മറച്ചുവെച്ച് ചില മാധ്യമങ്ങളുടെ സർവേകൾ കൂടി അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് ലഭിക്കുന്ന സൂചന. അതോടെ വരുമ്പോഴത്തേന് പൂർണ്ണമാവും. മുഴുവൻ സീറ്റും, അതായത് 2020 അല്ലെങ്കിൽ 2019 20 മണ്ഡലങ്ങളിൽ 19 UDFനും ഒരെണ്ണം BJPക്കും. ഇതാണ് അവർ പറഞ്ഞു വയ്ക്കാൻ പോകുന്നത്. ഇടതുമുന്നണിക്ക് ബിഗ് 0. ഏതായാലും കാത്തിരുന്ന് കാണാം. ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത്. സർവേ കണ്ടുകൊണ്ട് ആരും വോട്ട് ചെയ്യുമോ? സർവേകൾക്കൊന്നും ഒരു സ്വാധീനവും ചെലുത്താൻ ഇന്നത്തെ വോട്ടർമാരുടെ ഇടയിൽ പറ്റില്ല. അത് നമ്മൾ കണ്ടതാണ്, നമുക്ക് അനുഭവമുള്ളതാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.